ഞങ്ങൾ എവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ? ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഭഗത് സിംഗിൻ്റെ മ്യൂസിയമാണ്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ ഈ മ്യൂസിയം മുഴുവനും കണ്ടിറങ്ങി, ഒരു രക്ഷയില്ല. ഇതിനകത്ത് നമുക്ക് ഫോട്ടോസ് പ്രൊഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ മ്യൂസിയത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അദ്ദേഹം അന്ന് ഉപയോഗിച്ച കട്ടിലുകൾ, പിന്നെ ആ കാലത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന തൊപ്പി, അദ്ദേഹത്തിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ആ മ്യൂസിയത്തിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ അദ്ദേഹം എഴുതിയേക്കുന്ന ലെറ്ററുകൾ, അദ്ദേഹത്തിന് ഹിന്ദിയിലുള്ള ലെറ്ററുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള ലെറ്റേഴ്സും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറൊക്കെ അടിപൊളി. അതൊക്കെ നമ്മുടെ ലൈഫിൽ 1929 അദ്ദേഹം എഴുതിയിട്ടുള്ളതൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഡെത്ത് സെൻറ്റൻസ് എഴുതിയ ജഡ്ജി ഉപയോഗിച്ച പെൻ, അതൊക്കെ ഇതിന് വലിയൊരു ഹൈലൈറ്റ് ആയിട്ടോ നമുക്കതൊക്കെ കാണാൻ പറ്റുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ മ്യൂസിയത്തിൽ ഒരു സൈഡിൽ ഈ വക അതായത് ആ ഒരു കാലത്ത് നടന്ന എല്ലാ ഇൻസിഡൻസിൻ്റെയും ന്യൂസ് പേപ്പർ കട്ടിങ്ങുകളുണ്ട്. അത് സൈഡിൽ ഇതിൻ്റെ എല്ലാം ഒരു വിഷ്വൽ, അതായത് ഒരു പ്രസൻറ്റേഷൻ പോലെ ഒരു സൈഡിൽ LED ഇതെല്ലാം ഓരോ സംഭവങ്ങളും വിശദീകരിച്ചുകൊണ്ടുള്ള ഹിന്ദിയിലുള്ള ഒരു ഓഡിയോയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. ഭഗത് സിംഗിൻ്റെ ജനനം തൊട്ട് മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ മ്യൂസിയത്തിലുണ്ട്. ഭയങ്കര സന്തോഷം തോന്നി. നമ്മളിങ്ങനെ വായിച്ചൊക്കെ മാത്രം അറിഞ്ഞേക്കണ ഒരു സ്ഥലത്ത് വരാൻ പറ്റൂന്ന് ഓർത്തില്ല. പിന്നെ കണ്ടപ്പോഴേക്ക് എത്ര പഴയതാ കണ്ട, 1921-ലും 1929-ലും നടന്ന അല്ല അങ്ങനെ അന്നത്തെ ഒരുപാട് ന്യൂസ് പേപ്പർ കട്ടിങ്സുകള്, പുള്ളിയുടെ ഹാൻഡ് റൈറ്റിങ്, പിന്നെ പുള്ളി കിടന്ന തൊപ്പി, പുള്ളി കിടന്ന കിടക്കയല്ല പുതപ്പ്, വടിയൊക്കെ ഉണ്ട്, എല്ലാം കണ്ടു. എല്ലാം ഭയങ്കര ഒരു അത്ഭുതമായി. അത് ഇതൊരു ചെറിയ ബിൽഡിംഗ് ആണ് ഈ ഭഗത് സിംഗിൻ്റെ മ്യൂസിയം എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വല്ലാത്തൊരു അനുഭവമായിരിക്കും.